നമസ്കാരം. ജ്യോതി ടെക് വിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് മേടക്കൂറുകാരുടെ 2026 ഓഗസ്റ്റ് മാസത്തെ നക്ഷത്രഫലങ്ങളാണ് പറയുന്നത്. മേടക്കൂറിലെ നക്ഷത്രങ്ങളാണ് അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യപാദം എന്നിവ. ഫലചിന്തനത്തിലേക്ക് പോകും മുമ്പ് ആദ്യം നമുക്ക് ഈ മാസത്തെ ഗ്രഹസ്ഥിതികൾ പരിശോധിക്കാം. സൂര്യൻ ഓഗസ്റ്റ് മാസം 17-ാം തീയതി വരെ കർക്കിടകം രാശിയിൽ സഞ്ചരിക്കുന്നു. അന്ന് രാവിലെ 7:58 ചിങ്ങം രാശിയിലേക്ക് വരുന്നു. ചൊവ്വ ഓഗസ്റ്റ് മാസം 2-ാം തീയതി രാത്രി 10:51 മുതൽ മിഥുനം രാശിയിൽ സഞ്ചരിക്കുന്നു. ബുധൻ ഓഗസ്റ്റ് മാസം 5-ാം തീയതി വരെ മിഥുനം രാശിയിൽ സഞ്ചരിക്കുന്നു. അന്ന് രാത്രി 7:53 മുതൽ കർക്കിടകം രാശിയിലേക്ക് വരുന്നു. ബുധന് ഓഗസ്റ്റ് മാസം 14-ാം തീയതി പുലർച്ചെ 1:29 മുതൽ മൗഢ്യം ബാധിക്കുകയാണ്. വ്യാഴം കർക്കിടകം രാശിയിൽ മൗഢ്യത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓഗസ്റ്റ് മാസം 13-ാം തീയതി ഉച്ചകഴിഞ്ഞ് 3:53 വ്യാഴത്തിൻ്റെ മൗഢ്യം അവസാനിക്കുകയാണ്. ശുക്രൻ ഓഗസ്റ്റ് മാസം 1-ാം തീയതി രാവിലെ 9:27 മുതൽ കന്നി രാശിയിൽ സഞ്ചരിക്കുന്നു. ശനി മീനം രാശിയിൽ വക്രത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. രാഹു കുംഭം രാശിയിലും കേതു ചിങ്ങം രാശിയിലും സഞ്ചരിക്കുന്നു. ഈ ഗ്രഹസ്ഥിതികൾ വെച്ച് നമുക്ക് ഈ കൂറുകാരുടെ ഈ മാസത്തെ നക്ഷത്രഫലങ്ങൾ എന്നൊക്കെയാണെന്ന് വിലയിരുത്തി നോക്കാം. മേടക്കൂറുകാരുടെ രാശിയാധിപനും അഷ്ടമാധിപനുമാണ് ചൊവ്വ. ഇപ്പോൾ വരുന്നത് 3-ാം ഭാവമായ മിഥുനം രാശിയിലാണ്. ചൊവ്വ ഇവിടെ വരുമ്പോൾ നമ്മുടെ ആത്മവിശ്വാസവും ധൈര്യവും വർദ്ധിക്കുന്നതാണ്. ഏത് കാര്യവും ചെയ്യാനുള്ള ഒരു തൻ്റെയിടവും നമുക്ക് കൈവന്നു ചേരുന്നു. നമ്മുടെ ശത്രുക്കളുടെ മേൽ ഒരു വിജയം കൈവരിക്കാൻ സാധിക്കുന്നു. സാമ്പത്തികപരമായ ഒരു മെച്ചവും ഉണ്ടാകുന്നു. നമ്മൾ ഏറ്റെടുക്കുന്ന കാര്യങ്ങളിൽ വിജയം കൈവരിക്കുവാൻ നമുക്ക് സാധിക്കുന്നതാണ്. കലാ കായിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും വളരെ അനുകൂലമായ കാലഘട്ടം തന്നെയാണിത്. പ്രത്യേകിച്ചും പാട്ടുകാർക്കും മാർഷൽ ആർട്സുകൾ പോലെയുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്കും. എന്നാൽ സഹോദരങ്ങളുമായും ബന്ധുക്കളുമായും ഒരു അകൽച്ചയുണ്ടാകാൻ ഇടയുള്ള സമയമാണ്. അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. മേടക്കൂറുകാരുടെ 2-ഉം 7-ഉം ഭാവാധിപനാണ് ശുക്രൻ. ഇപ്പോൾ സഞ്ചരിക്കുന്നത് 6-ാം ഭാവമായ കന്നിരാശിയിലാണ്. ഇത് ശുക്രന്റെ നീചക്ഷേത്രമാണ്. 2-ാം ഭാവം കൊണ്ട് നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ ധനം, വിദ്യ, കുടുംബം, വാക്ക് മുതലായ കാര്യങ്ങളാണ്. ആ നിലയിൽ നോക്കുമ്പോൾ ഇപ്പോൾ നമുക്ക് സാമ്പത്തികപരമായ കുറച്ച് ബുദ്ധിമുട്ടുകൾ വന്നു ചേരുന്നു. നമ്മുടെ കടങ്ങളും ബാധ്യതകളും വർദ്ധിക്കുവാനും സാധ്യതയുണ്ട്. കുടുംബപരമായി എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നു ചേരാനും ഇടയുണ്ട്. പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിന് എന്തെങ്കിലും തടസ്സങ്ങളും വന്നു ചേരാം. മറ്റുള്ളവരുമായി സംസാരിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് ആശയവിനിമയം ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ വാഗ്വിരോധങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. നമ്മുടെ വലത്തെ കണ്ണിന് എന്തെങ്കിലും രോഗങ്ങളും വരാനും സാധ്യതയുണ്ട്. ശുക്രൻ ഇവർക്ക് 7-ാം ഭാവാധിപനും കളത്രകാരകനുമാണല്ലോ. ആ നിലയിൽ നോക്കുമ്പോൾ നമ്മുടെ ജീവിത പങ്കാളിക്ക് എന്തെങ്കിലും രോഗങ്ങളോ ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകളോ വീഴ്ചകളോ സംഭവിക്കുവാൻ സാധ്യതയുണ്ട്. അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. മാത്രമല്ല ജീവിത പങ്കാളിയുമായി എന്തെങ്കിലും അഭിപ്രായ ഭിന്നതകളോ അകൽച്ചകളോ ഉണ്ടാകാനും സാധ്യതയുണ്ട്. ഇക്കാര്യവും ശ്രദ്ധിക്കേണ്ടതാണ്. ഇവരുടെ 3-ഉം 6-ഉം ഭാവാധിപനാണ് ബുധൻ. ഓഗസ്റ്റ് മാസം 5-ാം തീയതി വരെ 3-ാം ഭാവമായ മിഥുനം രാശിയിൽ സഞ്ചരിക്കുന്നു. 3-ാം ഭാവാധിപൻ 3-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് നല്ലത് തന്നെയാണ്. ഇത് നമുക്ക് ആത്മവിശ്വാസവും മനോധൈര്യവും നമ്മൾ ഇറങ്ങി പുറപ്പെടുന്ന കാര്യങ്ങളിൽ വിജയവും തരുന്നതാണ്. ഓഗസ്റ്റ് മാസം 5-ാം തീയതി ബുധൻ കർക്കിടകം രാശിയിൽ വരുമ്പോൾ അത് ഇവരുടെ 4-ാം ഭാവമാണ്. 4-ാം ഭാവത്തിൽ ബുധൻ വരുന്നതും നല്ലത് തന്നെയാണ്. ബുധൻ 4-ാം ഭാവത്തിൽ വരുമ്പോൾ നമുക്ക് ബന്ധുഗുണവും കുടുംബസുഖവും സാമ്പത്തികപരമായ നേട്ടങ്ങളും ഉണ്ടാകുന്നു. 3-ാം ഭാവാധിപൻ എന്ന നിലയിൽ 4-ാം ഭാവത്തിൽ വരുമ്പോഴും നല്ല ഫലങ്ങൾ തന്നെയാണ് തരുന്നത്. എന്നാൽ 6-ാം ഭാവാധിപൻ എന്ന നിലയിൽ 4-ാം ഭാവത്തിൽ വരുമ്പോൾ നമുക്ക് മാതാപിതാക്കളുമായി അഭിപ്രായ ഭിന്നതകളും കുടുംബത്തിനകത്ത് സുഖക്കുറവും നമുക്ക് അപമാനങ്ങൾ നേരിടാൻ സാധ്യതകളും ഉണ്ടാകുന്നതാണ്. ഇപ്പോൾ തൊഴിൽപരമായി നല്ല അനുഭവങ്ങൾ തന്നെ ഉണ്ടാകുന്നു. എന്നാൽ മറ്റുള്ളവരുമായി ഇടപെടുമ്പോൾ കുറച്ച് ശത്രുതകളും മുഷിച്ചിലുകളും ഉണ്ടാകാനും സാധ്യതയുണ്ട്. ആഗസ്റ്റ് മാസം 14-ാം തീയതി ബുധന് മൗഢ്യം ബാധിക്കുകയാണ്. 3-ഉം 6-ഉം ഭാവാധിപനായ ബുധന് 4-ാം ഭാവത്തിൽ മൗഢ്യം ബാധിക്കുമ്പോൾ അത് നമ്മുടെ ആത്മവിശ്വാസത്തെ വല്ലാതെ ഉലച്ചു കളയുന്നു. നമ്മൾ എടുക്കുന്ന എഫർട്ടുകൾക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന അത്ര ഫലപ്രാപ്തി ലഭിച്ചു എന്നും വരില്ല. നമ്മുടെ കടങ്ങൾ, ബാധ്യതകൾ ഇവയ്ക്കെല്ലാം കുറച്ച് ബുദ്ധിമുട്ടുകളും ഉണ്ടാകുന്നു. നമ്മുടെ ആരോഗ്യസ്ഥിതിയും അല്പം മോശമാകുന്നു. നമ്മുടെ അമ്മയുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തിന് കുറച്ച് ഉലച്ചിലുകൾ എന്തെങ്കിലും സംഭവിക്കാം. അമ്മയുടെ ആരോഗ്യസ്ഥിതിയും മോശമാകാം. നമ്മുടെ വീട്, വാഹനം, വസ്തുവകകൾ ഇവയ്ക്കും എന്തെങ്കിലും ദോഷങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ വക കാര്യങ്ങൾക്ക് ഡോക്യുമെൻറ്റേഷനൊന്നും പറ്റിയ സമയവുമല്ല. പുതിയ കോഴ്സുകൾ എടുത്ത് പഠിക്കാനിരിക്കുന്നവർക്ക് അനുകൂലമായ കാലഘട്ടമല്ല ഓഗസ്റ്റ് മാസം 14-ാം തീയതിക്ക് ശേഷം. അതുപോലെ പുതിയ ബിസിനസ് സംരംഭങ്ങൾക്കും വിദ്യാഭ്യാസ സംബന്ധമായ കാര്യങ്ങൾക്കും അനുകൂലമായ കാലഘട്ടമല്ല ഓഗസ്റ്റ് മാസം 14-ാം തീയതിക്ക് ശേഷം.
ബുധന്റെ ദോഷങ്ങൾ മാറിക്കിട്ടാൻ ശ്രീകൃഷ്ണസ്വാമിയെയാണ് പ്രാർത്ഥിക്കേണ്ടത്. ഓഗസ്റ്റ് മാസം 17 തീയതി വരെ സൂര്യൻ നമ്മുടെ 4ാം ഭാവമായ കർക്കിടകം രാശിയിൽ സഞ്ചരിക്കുന്നു. ചാരവശാൽ സൂര്യൻ നമ്മുടെ 4ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് നന്നല്ല. ഇത് നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങളും മറ്റുള്ളവരുമായി വിരോധങ്ങളും ജീവിതത്തിൽ ക്ലേശാനുഭവങ്ങളും തരുന്നു. സൂര്യൻ സഞ്ചരിക്കുന്ന കർക്കിടകം രാശി സൂര്യന്റെ മിത്രമായ ചന്ദ്രന്റെ രാശിയാണെങ്കിലും കർക്കിടകം രാശി സൂര്യന് അനുകൂലമായ ഒരു രാശിയല്ല. ഭാവാധിപത്യം വെച്ച് നോക്കുമ്പോൾ സൂര്യൻ 4ാം ഭാവത്തിൽ വരുമ്പോൾ നമുക്ക് അമ്മയുടെ സ്നേഹവും അമ്മയിൽ നിന്നും പിന്തുണയും ഒക്കെ ലഭിക്കുന്നതാണ്. വാഹന സംബന്ധമായ കാര്യങ്ങൾക്കും ഭൂമി സംബന്ധമായ കാര്യങ്ങൾക്കും ഗുണാനുഭവങ്ങൾ തന്നെ ഉണ്ടാകുന്നു. വിദ്യാഭ്യാസത്തിനും ഇത് അനുകൂലമായ കാലം തന്നെയായിരിക്കും. ഓഗസ്റ്റ് മാസം 17 തീയതി സൂര്യൻ ഇവരുടെ 5ാം ഭാവമായ ചിങ്ങം രാശിയിലേക്ക് വരികയാണ്. ചാരവശാൽ സൂര്യൻ 5ാം ഭാവത്തിൽ വരുന്നത് നല്ലതല്ല എങ്കിലും ഇവർക്ക് സൂര്യൻ 5ാം ഭാവാധിപനാണ്. 5ാം ഭാവാധിപൻ 5ാം ഭാവത്തിൽ വരുമ്പോൾ അത് 5ാം ഭാവത്തിന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്ക് വളരെ നല്ല ഫലങ്ങൾ തന്നെയാണ് തരുന്നത്. 5ാം ഭാവം കൊണ്ട് നമ്മൾ പ്രധാനമായും ചിന്തിക്കുന്നത് നമ്മുടെ സന്താനങ്ങളെയാണല്ലോ. ആ നിലയിൽ 5ാം ഭാവാധിപൻ 5ാം ഭാവത്തിൽ വരുമ്പോൾ നമ്മുടെ സന്താനങ്ങൾക്ക് വളരെ നല്ല ഫലങ്ങൾ തന്നെയായിരിക്കും ഇപ്പോൾ ലഭിക്കുന്നത്. 5ാം ഭാവം നമ്മുടെ സർഗാത്മകമായ കഴിവുകളെ സൂചിപ്പിക്കുന്ന ഭാവമാണ്. കലാപരമായ കഴിവുകളിൽ താല്പര്യമുള്ളവർക്ക് അനുകൂലമായ കാലഘട്ടമായിരിക്കും ഇത്. ഇപ്പോൾ നമ്മുടെ ബുദ്ധി വേണ്ട വിധത്തിൽ പ്രയോഗിക്കുവാനും നമുക്ക് കഴിയുന്നു. വേണ്ട കാര്യങ്ങൾ വേണ്ടതുപോലെ വേണ്ട സമയത്ത് ചിന്തിച്ച് തീരുമാനിച്ച് പ്രവർത്തിക്കുവാനും നമുക്ക് സാധിക്കുന്നു. നമ്മുടെ പ്രാർത്ഥനകൾ, ഉപാസനകൾ ഇവയ്ക്കെല്ലാം നല്ല ഫലങ്ങൾ ലഭിക്കുന്ന കാലഘട്ടവുമായിരിക്കും. നമ്മൾ മുമ്പ് ചെയ്ത സൽക്കർമ്മങ്ങളുടെയും നമ്മുടെ പൂർവികർ മുമ്പ് ചെയ്ത സൽക്കർമ്മങ്ങളുടെയും ഫലം ഇപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. വ്യാഴം ഇവർക്ക് 9ഉം 12ഉം ഭാവാധിപനാണ്. ഇപ്പോൾ സഞ്ചരിക്കുന്നത് 4ാം ഭാവമായ കർക്കിടകം രാശിയിലാണ്. ചാരവശാൽ വ്യാഴം നമ്മുടെ 4ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് നന്നല്ല. എന്നാൽ കർക്കിടകം രാശിയിൽ വ്യാഴം സഞ്ചരിക്കുമ്പോൾ നല്ല ഫലങ്ങൾ തന്നെയാണ് തരുന്നത്. ഇത് നമുക്ക് ദാമ്പത്യ സൗഖ്യവും സന്താന സുഖവും തരുന്നു. ജീവിതത്തിൽ സുഖവും സന്തോഷവും ഐശ്വര്യവും തരുന്നതുമാണ്. എങ്കിലും വ്യാഴത്തിന് 12ാം ഭാവാധിപത്യം കൂടി ഉള്ളതിനാൽ നമുക്ക് വീടിന് വേണ്ടിയോ വാഹനത്തിന് വേണ്ടിയോ വസ്തുവകകൾക്ക് വേണ്ടിയോ ഒരു ചിലവ് വന്നു ചേരാൻ സാധ്യതയുണ്ട്. നമ്മൾ താമസിക്കുന്ന സ്ഥലത്തു നിന്നോ നമ്മൾ തൊഴിൽ ചെയ്യുന്ന സ്ഥലത്തു നിന്നോ ഒരു സ്ഥലം മാറ്റം ഉണ്ടാകാനും സാധ്യതയുണ്ട്. വിദേശത്ത് പോകാനിരിക്കുന്നവർക്ക് ഇത് അനുകൂലമായ കാലം തന്നെയായിരിക്കും. ഈ മാസം 13 തീയതി വരെ വ്യാഴത്തിന് മൗഢ്യം ബാധിച്ചിരിക്കുന്നതിനാൽ നല്ല ഫലങ്ങൾക്ക് കുറച്ച് കുറവുണ്ടാകും. എങ്കിലും 13 തീയതിക്ക് ശേഷം വ്യാഴത്തിൻ്റെ മൗഢ്യം മാറുന്നതിനാൽ നല്ല ഫലങ്ങൾ വളരെയധികം തന്നെ ലഭിക്കുന്നതാണ്. ഇവരുടെ 10ഉം 11ഉം ഭാവാധിപനായ ശനി 12ാം ഭാവമായ മീനം രാശിയിൽ വക്രത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ശനി നമ്മുടെ 12ാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് 7ര ശനിയുടെ ആദ്യഘട്ടമാണ്. 12ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശനി നമുക്ക് ധാരാളം ചിലവുകൾ വരുത്തി വയ്ക്കുന്നു. മാത്രമല്ല ആശുപത്രിവാസവും വീഴ്ചകൾ പോലെയുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാകുന്നു. മറ്റുള്ളവരുമായി വിരോധങ്ങൾ, ബന്ധുവിയോഗം, രാത്രിയിൽ ഉറക്കക്കുറവ്, മനസ്സിന് അസ്വസ്ഥതകൾ മുതലായ പ്രശ്നങ്ങൾ 12ലെ ശനി തരുന്നതാണ്. 10ാം ഭാവാധിപൻ എന്ന നിലയിൽ ഇപ്പോൾ അധ്വാന ഭാരം വർദ്ധിക്കുന്നതാണ്. നമ്മുടെ അധ്വാനത്തിനനുസരിച്ചുള്ള പ്രതിഫലം ഇപ്പോൾ ലഭിച്ചു എന്നും വരില്ല. മാത്രമല്ല നമ്മുടെ അധ്വാനത്തിനനുസരിച്ചുള്ള അംഗീകാരങ്ങൾ ലഭിക്കുവാനും ബുദ്ധിമുട്ടാണ്. പലർക്കും ഏകാന്തമായ സ്ഥലങ്ങളിൽ തൊഴിൽ ചെയ്യാനും ഇടവരും. 11ാം ഭാവാധിപൻ എന്ന നിലയിൽ ഇപ്പോൾ നമുക്ക് കയ്യിൽ എത്ര തന്നെ പണം വന്നിരുന്നാലും എത്ര തന്നെ ധനം വന്നിരുന്നാലും അത് കയ്യിൽ നിൽക്കാത്ത ഒരു സാഹചര്യം വന്നു ചേരാം. 11ാം ഭാവാധിപൻ എന്ന നിലയിൽ ഇപ്പോൾ നമ്മുടെ കയ്യിൽ എത്ര തന്നെ ധനം വന്നാലും അത് നമ്മുടെ കയ്യിൽ തങ്ങി നിൽക്കുന്നില്ല. അത് നാനാവിധത്തിൽ ചിലവായി പോകാം. ചാരിറ്റി പോലെയുള്ള കാര്യങ്ങൾക്കും ധനച്ചിലവുണ്ടാകാം. എന്നാൽ കർക്കിടകം രാശി നിൽക്കുന്ന വ്യാഴത്തിൻ്റെ ദൃഷ്ടി ശനിയുടെ മേൽ പതിയുന്നതിനാൽ ദോഷങ്ങൾ നല്ല ഒരളവ് വരെ കുറയുന്നതാണ്. മുമ്പ് നമ്മൾ ചെയ്ത തൊഴിലിൽ നിന്നും എന്തെങ്കിലും ആദായം ലഭിക്കാൻ ബാക്കിയുണ്ടെങ്കിൽ അത് ഇപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. മാത്രമല്ല പണ്ട് നിങ്ങൾക്ക് ചെയ്ത് പൂർത്തീകരിക്കാൻ കഴിയാതെ പോയ തൊഴിൽ എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അത് ഇപ്പോൾ പൂർത്തീകരിക്കുവാൻ സാധിക്കുന്നതാണ്. മുമ്പ് നമ്മൾ ചെയ്ത തെറ്റുകൾ തിരുത്തുവാനുള്ള ഒരു അവസരവും ഇപ്പോൾ ലഭിക്കുന്നതാണ്. രാഹു ഇപ്പോൾ 11ാം ഭാവമായ കുംഭം രാശിയിലാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. രാഹു 11ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് നല്ലത് തന്നെയാണ്. ഇത് നമ്മുടെ തൊഴിലിൽ നിന്നും നല്ല വരുമാനം ആർജിക്കുവാൻ നമ്മെ സഹായിക്കുന്നതാണ്. നമ്മൾ ചെയ്യുന്ന ബിസിനസ്സിൽ നിന്നും നല്ല ലാഭങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാനും സാധിക്കുന്നു. വിദേശ തൊഴിൽ ചെയ്യുന്നവർക്കും ഇത് അനുകൂലമായ കാലഘട്ടമാണ്. സോഷ്യൽ മീഡിയകളിൽ പ്രവർത്തിക്കുന്നവർക്കും സിനിമ പോലെയുള്ള മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും ഇലക്ട്രോണിക്സ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും നല്ല കാലഘട്ടം തന്നെയായിരിക്കും ഇത്. കേതു 5ാം ഭാവത്തിലാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മുടെ 5ാം ഭാവം കേതുവിന് അത്ര അനുകൂലമായ ഒരു സ്ഥാനമല്ല. 5ാം ഭാവം പ്രധാനമായും സൂചിപ്പിക്കുന്നത് നമ്മുടെ സന്താനങ്ങളെയാണ്. കേതു 5ൽ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ സന്താനങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നു ചേരുന്നു, അല്ലെങ്കിൽ സന്താനങ്ങളുമായി നമുക്കെന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു. ഉന്നത വിദ്യാഭ്യാസത്തിനും 5ലെ കേതു തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നു. സാമ്പത്തികപരമായ കാര്യങ്ങൾക്കും കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നു.
കേതു സൂക്ഷ്മ ബുദ്ധിയാണ്. കാര്യങ്ങളെ നിരീക്ഷിക്കുവാനും വിശകലനം ചെയ്യുവാനുമുള്ള കഴിവ് കേതു നമുക്ക് തരുന്നു. എങ്കിലും അവയെ നല്ല രീതിയിൽ എക്സിക്യൂട്ടീവ് ചെയ്യാൻ ഇപ്പോൾ നമുക്ക് സാധിക്കാതെ പോകുന്നു. ഉദര സംബന്ധമായ രോഗങ്ങളും വായു സംബന്ധമായ രോഗങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കേതുവിന്റെ ദോഷം മാറാൻ ശ്രീ മഹാഗണപതിയെ പ്രാർത്ഥിച്ചാൽ മതി. നമ്മൾ ഇവിടെ പരിശോധിച്ചത് മേടക്കൂറുകാരുടെ 2026 ഓഗസ്റ്റ് മാസത്തിലെ നക്ഷത്രഫലങ്ങളാണ്. ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ ഓരോരുത്തരുടെയും ജാതകത്തിലെ ഗ്രഹസ്ഥിതിക്കും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ദശയ്ക്കും അപകാരത്തിനും അനുസരിച്ചും വ്യത്യാസമുണ്ടാകാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. നന്ദി, നമസ്കാരം.